നമസ്കാരം, എല്ലാവർക്കും കറി ലീവ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാല് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ്. അതായത് മലബാർ റെസിപ്പികൾ ചെയ്യാനായിട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഒരു മലബാർ സ്പെഷ്യൽ ഐറ്റം കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നോമ്പ് തുറക്കൊക്കെ മലബാറിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് ഇത്. അപ്പോൾ മലബാറിലെ ആൾക്കാർ നോമ്പ് സീസണിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ റെസിപ്പി എങ്ങനെയാ ചെയ്യാന്ന് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് കോഴിയുടെ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ബോൺലെസ് പീസസ് ആണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇത്തിരി ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ബോൺ ഉള്ള പീസ് ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ബോൺ മാറ്റണമെന്നേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോ അധികം ബോൺ ഇല്ലാത്ത പീസ് മാറ്റി വെച്ചിരുന്നു, അങ്ങനെയാണ് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എത്ര കോഴിയുടെ വേണം അതിനനുസരിച്ച് ചിക്കനൊക്കെ എടുക്കുക. അപ്പൊ എനിക്കിവിടെ ക്വാണ്ടിറ്റി കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി എടുത്തത്. ഇതിപ്പോ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു 2 വിസിൽ വരുത്തിയാൽ മതി. അല്ല നാടൻ ചിക്കൻ ആണെങ്കിൽ അത് വേവുന്നവരെ വിസിലൊക്കെ വരുത്തുക, എന്നിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അപ്പൊ അതൊന്ന് വെന്ത് കിട്ടാൻ വിസിൽ വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മൈദമാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ട് എത്ര വേണോ, ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത്രയും മൈദമാവില് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് എങ്ങനെയാണോ ആ പരുവാവുന്ന വരെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. ഭയങ്കര ലൂസ് ആവണ്ട, ഒരു നോർമൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസ് ആവണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട്. സാധാ വെള്ളം തന്നെ എടുത്താൽ മതി, ചൂടുവെള്ളമൊന്നും വേണ്ട. ഞാനിതിവിടെ റെഡിയാക്കി വെച്ച ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കട്ടെ, നമ്മൾ മസാലയൊക്കെ റെഡിയാക്കണ വരെ ഇത് അപ്പത്തേക്ക് ഇത്തിരി സോഫ്റ്റ് ആയിക്കോളും. മാറ്റി വെക്കാം. അപ്പത്തെ 3 സവാളയാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത്. 3 സവാള ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ ചോപ്പറിൽ ഇട്ടിട്ട് ഇതിനെ ചെറിയ പീസുകളാക്കി മാറ്റണം. അപ്പൊ അതുകൊണ്ട് ചോപ്പറിൽ ഇടാൻ വേണ്ടി ഒന്ന് ഇത്തിരി വലിയ പീസാക്കി കട്ട് ചെയ്താണ്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പൊ ഇത് നമ്മൾ സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചിട്ട് അതും ഇതുപോലെ ആക്കി എടുക്കണം. അപ്പൊ നമ്മളെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം, ഒന്ന് തണുത്ത് ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോ ഒരു ചോപ്പറിലോ ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് ചെറിയ നമ്മൾ സവാള ചെയ്ത് വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ പൊടിയായിട്ട് എടുക്കാം. ഇതുപോലെ ആയിരിക്കണം നമുക്ക് ചിക്കൻ ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് സവാളയെക്കാട്ടും കുറച്ചുകൂടെ അധികമായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ കോഴിയിടയിൽ ഉണ്ടാവുക. എപ്പോഴും സവാളേനേക്കാളും കൂടുതൽ ചിക്കൻ ആയിരിക്കും. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കാൻ പോവാണ്. അപ്പൊ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഇതാ ഇരുമ്പ് ചട്ടിയാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കി വെച്ചതാണ്. അപ്പൊ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അത്രയും എടുക്കാം. ഇഞ്ചി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഞാനിപ്പോ ഇവിടെ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവര് അതിനനുസരിച്ച് പച്ചമുളകും കൂടെ എടുത്ത് അത് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. ഈ മസാല ഒന്ന് ചൂടായി വരുമ്പോ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് സവാള അരിഞ്ഞു വെച്ചും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത്യാവശ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ അല്ല എന്നാലും ഇത്തിരി നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. അങ്ങനെയാണ് കോഴിയിടയ്ക്ക് വേണ്ടത്. പക്ഷെ ഇവിടെ ഞാനിപ്പോ ഒരുപാട് മൂപ്പിക്കുന്നില്ല, കാര്യം ഇപ്പൊ കഴിക്കാനായിട്ടാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്നത്. സാധാരണ മലബാറിലൊക്കെ ആണെങ്കിൽ കോഴിയിട എന്ന് പറയുമ്പോൾ ഒരുപാട് നാളത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊക്കെ ചെയ്യും. വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് വീട്ടിൽ അമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ഇത് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് ചീത്തയായി പോകും പെട്ടെന്ന്. അതുപോലെ തന്നെ ഗൾഫിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് മലബാറിൽ ഉണ്ടാക്കാറുള്ള ഒരു വിഭവം കൂടിയാണ് ഈ കോഴിയട. അപ്പൊ എനിക്ക് പൊതുവേ ഇഷ്ടവും ഒരുപാട് മൂപ്പിക്കുന്നത് ഇഷ്ടമല്ല.
അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇപ്പൊ കഴിക്കാനും കൂടെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് മൂപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. എടുത്തു വെക്കാനാണെങ്കിൽ എന്തായാലും മൂപ്പിച്ച് തന്നെ എടുക്കുക നന്നായിട്ട്. ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നണമെങ്കിൽ അപ്പൊ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ നന്നായിട്ട് മൂത്ത് കിട്ടുള്ളൂ. ഇപ്പൊ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ആയി എന്ന് പറഞ്ഞ പോലെ ഇത്തിരി കരിഞ്ഞു, വേറെ ഒന്നുമല്ല, മോളുടെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, അത് റെഡിയാക്കി കൊടുക്കാനായിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത്തിരി കരിഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാര്യമാക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ഈ മസാലയിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കരിയാതെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ മസാല നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ ഒന്നുകൂടെയൊക്കെ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇത്തിരി ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ അമ്മ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇതിന്ന് ഇത്തിരി മസാല മാറ്റുന്നുണ്ട് കേട്ടോ. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്, വെജ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സവാള എടുത്താൽ മതി. ഞാനിവിടെ 3 എടുത്തത് ഇത്തിരി മാറ്റി വെക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെജ് ഫില്ലിങ്ങിനായിട്ട് മാറ്റുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ചെറുതാക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ കണ്ടോ, സവാള കുറച്ചേ ഉള്ളൂ, ചിക്കനാണ് കൂടുതലുള്ളത്. ഇതുപോലെ ആയിരിക്കണേ നമ്മൾ കഴിക്കുമ്പോൾ ആ ചിക്കന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ ഉണ്ടാവേണ്ടത് കോഴിയിടയ്ക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗരം മസാല ആവശ്യത്തിന് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ പെട്ടെന്ന് എടുക്കരുത്, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചിക്കനും നന്നായിട്ട് നമ്മൾ സവാളയൊക്കെ മൂപ്പിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആയ പോലെ എടുത്താലേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നേരത്തെ വേവിച്ച ചിക്കനാണ്, അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പിടിച്ച് ആവി കയറി ഒന്ന് ചൂടായി വന്നാൽ തന്നെ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ അത് മറക്കാതെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നിർത്താവൂ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ. അപ്പോൾ നമുക്കിപ്പോ ഇത്രയും മതി. ഞാനിപ്പോ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഈ മസാല നമുക്കൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത സമയത്തും നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക, ഇല്ലെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദമാവ് ഒന്നെടുത്ത് നോക്കുക. അത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. കുറച്ച് സമയം എടുത്ത് വെച്ചപ്പോൾ സോഫ്റ്റ് ആയി കിട്ടി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നമ്മൾ മാവ് ആദ്യം കുഴച്ച് വെച്ചില്ലേ, അപ്പൊ ഇത്തിരി നെയ്യും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഇതിനൊന്ന് പരത്തിയെടുക്കണം. അപ്പൊ ഒരുപാട് നൈസ് ആവാനും പാടില്ല, എന്നാൽ കട്ടിയും ആവരുത്. ഒരുപാട് നൈസ് ആയിപ്പോയാൽ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പൊ അത്രയ്ക്ക് നൈസ് ആവാനും പാടില്ല, കട്ടിയും ആവരുത്. കട്ടിയായി കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടില്ല. അപ്പൊ എല്ലാ ബോൾസും നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കണം. അപ്പൊ ആദ്യം ഒന്ന് പരത്തിയെടുക്കുക, അതിനുശേഷം അതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ എങ്ങനെയാ കട്ട് ചെയ്യാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുക്കുക. ഞാനിപ്പോ ഒരു പാത്രമാണ് എടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പരത്തുന്ന ഓരോ ബോളും എടുത്ത് പരത്തിയിട്ട് അതിനെ ഇതുപോലെ സർക്കിൾ ഷേപ്പ് ആക്കി മാറ്റി വെക്കാം. അടുത്ത ബോൾ ഇതുപോലെ പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാം പരത്തി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്നത് മാറ്റി വെച്ചിരുന്നാൽ മതി. ലാസ്റ്റ് വീണ്ടും അതിനെ ബോൾ ആക്കിയിട്ട് വീണ്ടും പരത്തി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വേസ്റ്റ് ആയി പോകുന്നില്ല മാവ്. അപ്പൊ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത് ചെറുതാക്കി പൊടി ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ മുകളിൽ ഇടുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പൊ ഇതെല്ലാം നമുക്ക് റൗണ്ട് ആക്കി എടുക്കാം. അപ്പൊ ഇനി നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്നതിലേക്ക് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഫില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഒട്ടുന്നില്ലെങ്കിൽ ചെറുതാക്കി ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ഒട്ടിക്കാം. ഒരുപാട് വെള്ളം ആവരുത്. എന്നിട്ട് ഇതിനൊന്നും പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കണം. കോഴിയുടെ ഉണ്ടാക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനെ പിരിക്കുന്നതാണ്. ഞാൻ ചെയ്യുന്നത് കറക്റ്റ് അല്ല, നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിനെക്കാട്ടും പെട്ടെന്ന് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കും കേട്ടോ. എന്നാലും ഏകദേശം ഇതാണ് ആ ഒരു സ്റ്റൈൽ. അപ്പൊ ഇതുപോലെ ചെയ്യാനായിട്ട് നോക്കുക. പറ്റൂല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് സൈഡിൽ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഷേപ്പ് ആക്കി കൊടുത്താലും മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ എടുത്ത അതേ ഇരുമ്പ് ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. മസാലയൊക്കെ മാറ്റി വെച്ചു. നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തല്ലോ, അപ്പൊ അതുകൊണ്ട് അത് അങ്ങോട്ട് മാറ്റി കഴുകിയതിന് ശേഷം എടുത്തതാണ്. ഇനി ഇത് ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോഴിയട എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ ആ വെജ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ചിക്കൻ ഫില്ലിംഗ് ഉള്ളത് ചെയ്യാം. അപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ ഞാനിപ്പോ ഇപ്പത്തെ യൂസിനായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നില്ല. പിന്നെ മാത്രമല്ല ഇവിടെ ആർക്കും അത്രയും മൂപ്പിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല. ക്രിസ്പി ആയിട്ടിരിക്കുന്നതിനെക്കാട്ടും ഇത്തിരി ക്രിസ്പിനെസ് കുറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഞാൻ ആ രീതിയിലാണ് ഇപ്പൊ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ടിന്നിൽ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇതാ നമ്മുടെ വളരെ രുചിയുള്ള കോഴിയട നമ്മൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്തുള്ള ഫില്ലിംഗ് ഒക്കെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്രിസ്പിനെസ്സിന് കുറവുമില്ല, എന്നാൽ ഭയങ്കര ക്രിസ്പി ആയിട്ടല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ കോഴിയട എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഉമ്മയാണ്. ഉമ്മ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണത്. എപ്പം ഞാൻ വന്നെന്ന് അറിഞ്ഞാലും ഉമ്മ ഉണ്ടാക്കി തരുന്ന ഐറ്റമാണ്. അതുകൊണ്ട് ഇതിനൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് എനിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ കോഴിയട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മലബാറിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണിത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഈ റെസിപ്പിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.